അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്ന വാക്കുകൾ വ്യാപരിക്കുന്ന, പ്രവർത്തിക്കുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് ചലിക്കും. നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പിതാവിൽ നിന്ന് കേട്ട വചനമാണ്. പിതാവ് യേശുവിന് കൊടുത്ത ആലോചന. ഗെത്സമനയിലേക്ക് കടക്കുമ്പോൾ തൊട്ടു മുൻപിൽ ക്രൂശ് മരണമാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തൊട്ടു മുൻപിൽ മരണം സംഭവിക്കാനിരിക്കെ, ക്രൂശ് മരണം സംഭവിക്കാനിരിക്കെ, യേശു കർത്താവ് മരണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞത് വചനമാണ്. പിതാവിൽ നിന്ന് താൻ കേട്ട ആലോചനയാണ് പങ്കുവച്ചത്. ശിഷ്യരോട് പറഞ്ഞു, അവരെന്നെ ക്രൂശിക്കും, അവരെന്നെ കൊന്നുകളയും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്നത് വചനമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ആ വാക്കിൽ വ്യാപരിക്കാൻ പോകുന്നത്. യേശു പറഞ്ഞത് വചനമാണ്. ആ വചനത്തെ പ്രാവർത്തികമാക്കുവാൻ താൻ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ തൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാക്കുവാൻ വേണ്ടി വെളിപ്പെട്ടു വന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനെ സകല കർത്തൃത്വത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും ഒക്കെ മുകളിൽ, എല്ലാ നാമത്തിനും മീതെ പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്തിരുത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്നത് വചനമാണെങ്കിൽ വചനത്തോടുകൂടെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പ്രവൃത്തി എത്ര വലുതായിരിക്കുമെന്ന് ഒരു മനുഷ്യനും ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമായൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങൾ വചനം വിളിച്ചു പറഞ്ഞാൽ മതി. യെഹെസ്കേലിനെ അസ്ഥി താഴ്വരയുടെ നടുവിൽ ദൈവം കൊണ്ടുപോയപ്പോൾ യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞു, ദൈവമേ, നീ അറിയുന്നു. ദൈവം എന്താണെന്ന് പറഞ്ഞത്? ഉണങ്ങിയ അസ്ഥികളോട് വചനം വിളിച്ചു പറയാനാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വചനമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വചനത്തോടുകൂടെ വ്യാപരിക്കുന്നത് ആത്മാവാം ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അസ്ഥി താഴ്വരയിൽ വെളിപ്പെട്ടപ്പോൾ അസ്ഥിയിൽ മാംസം വന്നു, ഞരമ്പ് വന്നു, ത്വക്ക് വന്നു. അസ്ഥി അസ്ഥിയോട് ചേർന്നു. അതിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുവാൻ ഒരു കാറ്റടിച്ചപ്പോൾ ശ്വാസം വന്നു. അത് ജീവനുള്ള ദേഹിയായി എഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അസാധ്യതകളെ നോക്കി, നിങ്ങളുടെ ശൂന്യതകളെ നോക്കി നിങ്ങൾ വചനം വിളിച്ചു പറയണം. നിങ്ങൾ വചനം പറയണം. വചനം നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ പറയണം. നിങ്ങളത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. വചനം ദൈവമാണ്. വചനം വെളിച്ചമാണ്. വചനത്തെ ചലിപ്പിക്കാൻ വരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറഞ്ഞ യേശുവിനെ പോലെ തൻ്റെ മുൻപിൽ ക്രൂശ് മരണം വരുന്നത് കണ്ടിട്ടും യേശു കർത്താവ് ആ മരണത്തെ അതിജീവിക്കുന്ന, ആ പ്രതികൂല സാഹചര്യത്തെ മറികടക്കുന്ന വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ശൂന്യതകളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രത്യാശയുടെ വചനങ്ങൾ വിളിച്ചു പറയാം.
അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അതിനെ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തെ പ്രഖ്യാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.